ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു. ഐക്കരക്കോണം നിരപ്പുവിള വീട്ടിൽ ഷൈനിന്റെ ഭാര്യയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ പുനലൂർ ശാഖയിലെ ഉദ്യോഗസ്ഥയുമായ ജയശ്രീയുടെ മാല പൊട്ടിക്കാനാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ശ്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം. ജോലി കഴിഞ്ഞ് തിരികെ ഇരുചക്രവാഹനത്തിൽ വീട്ടിലേക്ക് വരികയായിരുന്നു ജയശ്രീ. പുനലൂർ TB ജംഗ്ഷൻ മുതൽ രണ്ടുപേർ ബൈക്കിൽ ജയശ്രീയുടെ വാഹനത്തെ പിന്തുടർന്നിരുന്നു. പൂങ്ങോട് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ബൈക്കിന് കടന്നുപോകാൻ വഴി നൽകിയെങ്കിലും ഇവർ ജയശ്രീയുടെ കൈനറ്റി ഹോണ്ടയോട് ചേർത്ത് നിർത്തി മാലയിൽ കടന്നുപിടിക്കുകയായിരുന്നു. ഒരു ഓവർടേക്ക് ചെയ്യാന്ന് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരാൾ പുറകെ ഇരുന്നാൾ മാലയെ പിടിച്ച് വലിച്ച്. അപ്പോഴത്തേക്ക് എനിക്ക് ബാലൻസ് തെറ്റി ഞാനും വീണ് ഇവരങ്ങ് മുമ്പോട്ട് പോവുകയും ചെയ്തു. ഞാൻ വിചാരിച്ച എൻ്റെ മാല പൊട്ടിയെന്നാ, പക്ഷെ നോക്കിയപ്പോഴത്തേക്ക് മാലയുണ്ട്, താലി കണ്ടില്ല. താലി പിന്നെ ഇന്ന് രാവിലെ അവിടെ നോക്കിയപ്പോൾ കിട്ടി. പക്ഷെ എനിക്ക് അന്നേരത്തേക്ക് പെട്ടെന്നൊരു ഷോക്ക് ആയതുകൊണ്ട് ആരെയും വിളിക്കാനും ഒന്നും പറ്റിയില്ല. തൊട്ടടുത്ത വീട്ടിൽ ആരും ഇല്ലായിരുന്നു. തടയാൻ ശ്രമിച്ച ജയശ്രീയുടെ വാഹനം നിയന്ത്രണം തെറ്റി മറിഞ്ഞു. ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങിയതോടെ സംഘം ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. മാല തട്ടാനുള്ള ശ്രമത്തിൽ ജയശ്രീയുടെ കഴുത്തിൽ ചെറിയ മുറിവേറ്റു. കൈമുട്ടിനും ചെറിയ പരിക്കുണ്ട്. രാത്രിയായതിനാൽ സംഘത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എങ്കിലും ചുവന്ന ബൈക്കിലാണ് സംഘം എത്തിയതെന്നും പുറകിലിരുന്നയാൾ വെളുത്ത ഷർട്ടാണ് ധരിച്ചിരുന്നതെന്നും മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നഗരപ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയതിനാൽ ഗ്രാമപ്രദേശങ്ങളിൽ പോലീസ് പട്രോളിംഗ് കാര്യക്ഷമമല്ല. പിടിച്ചുപറിക്കാരുടെ ശല്യം ഇത്തരം പ്രദേശങ്ങളിൽ വർദ്ധിക്കുന്നുമുണ്ട്. തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തത് മോഷ്ടാക്കൾക്ക് കൂടുതൽ സൗകര്യവുമാണ്. ലൈവ് വാർത്ത, പുനലൂർ.